രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സംഘർഷം. സഹപാഠിയുടെ കുത്തേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷം. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പോലീസ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹപാഠിയുടെ കുത്തേറ്റ് മരിക്കുന്ന ദയനീയമായ സാഹചര്യം രാജസ്ഥാനിലുണ്ടാവുന്നത്. എന്താണ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനം? എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഗൗതം? വിനോദ, രാജസ്ഥാനിൽ ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് മുൻപാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു ക്ലാസ് മുറിയിൽ 2 വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അത് സംഘർഷമായി മാറുകയും സഹപാഠിയുടെ കുത്തേറ്റ വിദ്യാർത്ഥി അതിഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ആവുകയും ചെയ്തു. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി ഈ വിദ്യാർത്ഥി മരണപ്പെട്ടു. ഇതാണ് ഇപ്പോൾ ഉദയ്പൂരിലെ സംഘർഷത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. ഇതിന് ഒരു മതപരമായ സ്വഭാവം ഇപ്പോൾ ഈ സംഘർഷത്തിന് ഉണ്ടായിരിക്കുകയാണ്. കാരണം ഉദയ്പൂരിൽ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപാണ് കനയ്യാലാൽ എന്ന ഒരു ഹിന്ദു മതവിശ്വാസിയായ കനയ്യാലാൽ എന്ന തയ്യൽ തൊഴിലാളിയെ ഇസ്ലാമിസ്റ്റുകൾ കടയിൽ കയറി വെട്ടിക്കൊന്നത്. അന്ന് നുപുർ ശർമ്മ എന്ന BJP-യുടെ അന്നത്തെ ദേശീയ വക്താവിനെ ഫേസ്ബുക്കിലൂടെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാമിക ഭീകരശക്തികൾ അന്ന് ഈ തയ്യൽ തൊഴിലാളിയായ കനയ്യാലാലിനെ കടയിൽ കയറി അതിക്രൂരമായി തലയറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതേ ഉദയ്പൂരിലാണ് ഇപ്പോൾ ഒരു മുസ്ലിം വിദ്യാർത്ഥി ഒരു ഹിന്ദു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നിരിക്കുന്നത്. ഇതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഇന്നലെ ഉദയ്പൂരിൽ വ്യാപകമായ വാഹനങ്ങളും അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങളും എല്ലാം അടിച്ചു തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷം വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കനത്ത സുരക്ഷാ സന്നാഹം ഈ പ്രദേശത്ത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം വിച്ഛേദിക്കുകയും അവിടേക്ക് കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിക്കുന്നതിനെ പറ്റിയാണ് രാജസ്ഥാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.